തിരുവയറുള്ളി കുറുകണ കുഞ്ഞരി പ്രാവ്. ആള് ഭയങ്കര ഓപ്പണാ. പക്ഷെ ആ ഓപ്പൺ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് 4 മില്യൺ, ഏതാണ്ട് 3.8 മില്യൺ ആൾക്കാർ കണ്ട പോസ്റ്റാണ്. മറ്റാരുടെയുമല്ല, സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ നമ്മുടെ സജന നൂർ. ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും തരംഗമായി മാറിയ സജന നൂർ. മുൻപ് സജന ഫിറോസ് ആയിരുന്നു. ബിഗ് ബോസ് താരമാണ്, നടിയാണ്, നർത്തകിയാണ്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, പ്രത്യേകിച്ചും സജനയുടെ ആ ഒരു മൊഞ്ച് കാരണം സജനയ്ക്ക് പ്രത്യേക ഒരു ആരാധക നിരയാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ളൊരു സജന ഫിറോസ് കുറച്ച് നാളുകൊണ്ടേ ഈ പറഞ്ഞ പൂക്കുറ്റിയുമായിട്ട്, അതായത് ഓസ്കാർ ജേതാവായ മലയാളികളുടെ അഭിമാനമായ പൂക്കുറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വാർത്തകൾ പങ്കുവെക്കുന്നുണ്ട്. അത് അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പൂർവാധികം ഭംഗിയായി ഇന്നലെയും അത് ഇട്ടതിന് ശേഷം ഇന്ന് രാവിലെ ഡിലീറ്റ് ചെയ്തു. 4 മില്യൺ ആൾക്കാർ കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇത് വല്ല യാഥാർത്ഥ്യമുണ്ടോ, ഈ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, ഇത് പൂക്കുറ്റിയുടെ കുട്ടി തന്നെയാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വിഷസ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇവിടെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ മ്യൂസിക് കമ്പോസർ സൗണ്ട് കമ്പോസർ കമ്മിങ് എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഗർഭിണി ആയതുകൊണ്ട് അത്തരം ഒരു കമൻറ്റ് അനിവാര്യമാണ്. ഒരുപാട് ആളുകൾ വിഷസുമായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പൊന്ന് സജനത്താത്ത അല്പമെങ്കിലും ഉളുപ്പില്ലെങ്കിൽ അല്പം ഒരു അഭിമാനം മക്കളെ ഓർത്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പരിപാടി താങ്കൾക്ക് നിർത്തിക്കൂടെ എന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എനിവേ, എന്താണ് സംഭവിച്ചത് ഈ ഒരു വിഷയത്തിൽ, ഇപ്പോൾ എവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്, വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണുക. ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇന്നലെ രാത്രി സജനത്താത്ത മിഡ് നൈറ്റിലൊരു പോസ്റ്റ് ഇടുന്നു. താൻ 9 ആഴ്ച പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട്, സ്കാനിങ് റിപ്പോർട്ടൊന്നുമല്ല, ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. ഒരു പോസ്റ്റിന് ഏതാണ്ട് 40 ലക്ഷത്തോളം റീച്ച് വരുന്നു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നു. ഈ ഒരു സംഭവം വൈറലാവുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. റസൂൽ പൂക്കുട്ടി ഒരു കാട്ടുകോഴിയാണെന്നൊക്കെ ഒരുപാട് പ്രചരണങ്ങൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. പൂക്കുട്ടി ചേട്ടൻ സർവോപരി നമ്മുടെ നാട്ടുകാരനും കൂടാണ്. നാട്ടിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു മോശം അഭിപ്രായം പുള്ളിയെക്കുറിച്ച് കേൾക്കാനില്ല. വിളക്കുപാറ പുള്ളിയുടെ റിലേറ്റീവ്സ് മാത്രമാണ് താമസിക്കുന്നത്. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഫിറോസുമായിട്ട് സജനയ്ക്ക് ചില സ്വരച്ചേർച്ച ഉണ്ടാവുന്നു. സജനത്താത്ത തന്നെ നേരത്തെ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ഫിറോസുമായിട്ട് തെറ്റിയതിന് ശേഷമാണ് പൂക്കുട്ടിയുമായി അടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ആദ്യം പൂക്കുട്ടിയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല, പൂക്കുട്ടി എനിക്കൊരു കാണപ്പെട്ട ദൈവമാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് പൂക്കുട്ടിയെ റിവീൽ ചെയ്യുന്നു, ഫോട്ടോ റിലീവ് ചെയ്യുന്നു, അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പം വീണ്ടും പൂക്കുട്ടിയാണ് തൻ്റെ ഗർഭത്തിന് ഉത്തരവാദിയാണെന്ന് വരുത്തുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇതൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെങ്കിൽ വളരെ നല്ലത്, ആ ദുഷ്ടന്റെ സൈക്കോപാത്തായ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ലൊരു ആളെ തെരഞ്ഞെടുത്തതിൽ നന്ദി എന്നൊക്കെ പറയുന്നുണ്ട്. പൂക്കുറ്റിയുടെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ പൂക്കുറ്റിക്ക് 2 വലിയ കുട്ടികളാണ്, കല്യാണപ്രായമായ കുട്ടികളാണ്. ഭാര്യയ്ക്ക് എന്തോ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. ആ ഒരവസ്ഥയിൽ കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം സജിന ആദ്യമായി ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് സജിന ഇവരുടെ അന്തേരിയുള്ള വീട്ടിൽ, സ്റ്റുഡിയോയും വീടും കൂടെ ഒരുമിച്ചാണ്, ആ ഒരു വീട്ടിൽ പോയി പ്രശ്നങ്ങളുണ്ടാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് വലിയ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് കിട്ടിയാണ്. ആ വീട്ടിൽ പോയി വലിയ പുകലുണ്ടാക്കി, താൻ ഗർഭിണിയാണ്, തന്നെ ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പുകലുണ്ടാക്കി. സ്കാനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം കൊണ്ടുപോയെന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് സ്കാനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്, ഈ ഗർഭം ഇപ്പോഴും ഉള്ളതാണോ, ഗർഭിണിയാണോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഗർഭിണിയായ സജനത്താത്ത രായ്ക്ക് രാമാനെ ഇറക്കി വിട്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു പരിഗണനയും താത്തയ്ക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണം നടന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഒരു കല്യാണത്തിന് പൂക്കുറ്റി ചേട്ടന് യാതൊരുവിധ താല്പര്യമുള്ളതായി ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നേ ദിവസം, അതായത് ഈ സജനത്താത്ത അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് അവരെ വെന്റിലേറ്ററിലാക്കി. 1.5 മാസം മുന്നേ എങ്ങാണ്ടാണ് ഈ സംഭവം. വെന്റിലേറ്ററിലാക്കി. വളരെ സീരിയസ് ആയിരുന്നു, വലിയ വിഷയങ്ങളൊക്കെ ആയിരുന്നു എന്നാണ്
കേട്ടത്. അതിനുശേഷം സജനെത്താത്ത നാട്ടിൽ വരുന്നു. ഇവർ എങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടായി കാണും പൂക്കുട്ടിച്ചേട്ടനുമായിട്ട്. വീണ്ടും സോറി പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ഇന്നലെ വീണ്ടും പ്രകോപിതയായാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു തരത്തിലും പൂക്കുറ്റി സജനത്താത്തയെ ഏറ്റെടുക്കാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. പുള്ളിക്ക് ഈ ഒരു ഗർഭത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് പുള്ളി നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സജന ഗർഭിണിയാണെങ്കിൽ, പ്രസവിക്കുകയാണെങ്കിൽ, ഇനി അത് വളരെ സേഫായിട്ട് പ്രസവിപ്പിക്കുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയാണ് സജനയെ സംബന്ധിച്ച്. പ്രസവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സജനെത്താത്ത അത് DNA ആയിട്ടൊക്കെ പോണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ മറ്റം കേൾക്കുന്ന മറ്റൊരു, അതായത് കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു DNA പരിശോധനയൊക്കെ വലിയ രീതിയിൽ വൈറലാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സജനെത്താത്തയെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഉത്തരത്തിയിരിക്കുന്നത് കിട്ടിയതുമില്ല, കഷത്തിയിരിക്കുന്ന പോവുകയും ചെയ്യുന്നുള്ളൊരവസ്ഥയാണ്. ഫിറോസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞത് ഒരുപക്ഷെ ഫിറോസ് സൈക്കോ ആണെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഒരുപക്ഷെ നല്ലത് തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ പൂക്കുറ്റിയെ കല്യാണം കഴിക്കാമെന്നുള്ള ഒരു സ്വപ്നം നടന്നതുമില്ല. പൂക്കുറ്റിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ, അദ്ദേഹം സൗണ്ട് എഞ്ചിനീയറൊക്കെ ആയതുകൊണ്ട് ഈ പറഞ്ഞ ഗർഭിണിയാവണമെങ്കിൽ എന്തായാലും ഒരു ശാരീരിക ബന്ധം ഉണ്ടാവണമല്ലോ. ഒരുപക്ഷെ അദ്ദേഹം ഈ സൗണ്ടുകളൊക്കെ, അതായത് ഈ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോഴുള്ള സൗണ്ടുകൾ എങ്ങനെ ഉണ്ടാവാമെന്ന് അറിയാൻ വേണ്ടിയുള്ള ചില ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തിയായിരിക്കും. അദ്ദേഹം എപ്പോഴും ഈ പറഞ്ഞ പ്രകൃതിയിലുള്ള സൗണ്ടുകൾ, ഓരോ സൗണ്ടുകളും എങ്ങനെയാണെന്ന് കണ്ടെത്തി അത് റെക്കോർഡ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ സൗണ്ടുകളൊക്കെ എങ്ങനെ ഉണ്ട് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പുള്ളി നടത്തിയത്. അല്ലാതെ ഇത് തലയിലാവുമെന്നോ ഗർഭം ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞു വരുമെന്നൊന്നും പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുപോലൊരു തലവേദന കേസ് ഇതാവുമെന്നുള്ള കാര്യം ഒരിക്കൽ പോലും പൂക്കുറ്റി ചിന്തിച്ചുവെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക, സജിനെ ആദ്യവും ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. അതായത് ഫിറോസ് ഒരു കല്യാണം കഴിക്കുന്നു, നല്ല ഒരു പെൺകുട്ടിയാണെന്നാണ് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടില്ല. നല്ലൊരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം ആദ്യം കഴിച്ചിരുന്നു. ആ ഒരു പെൺകുട്ടി പ്രസവിക്കാൻ പോയ സമയത്ത് ഈ പറഞ്ഞ സജിന, കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന സജിന ഫിറോസ് ഖാനെ പരിചയപ്പെടുന്നു. ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഫിറോസ് ഖാൻ്റെ കൂടെ വരുന്നു. മറ്റേ സ്ത്രീ പ്രസവം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേനും ഇവിടെ ഫിറോസ് ഖാൻ വേറൊരു കല്യാണം കഴിച്ച് ലിവിങ് ടുഗദർ നടത്തുവാണ്. സജിന ഗർഭിണിയാണ്. അവിടെയും സജിന ഗർഭം വെച്ചാണ് കളിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും സജിന ഈ ഒരു കളി നടത്തി, പക്ഷേ ഈ ഗർഭം അങ്ങോട്ട് ഏക്കുന്ന മട്ടില്ല. ഫിറോസ് ഖാനെ സംബന്ധിച്ച് ഒന്നും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ വമ്പനെ തളയ്ക്കും, വമ്പനെ ഞാൻ പൂട്ടും, തെളിവ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞതല്ലാതെ പിന്നെ അളിയെ മിണ്ടിയിട്ടില്ല. മിണ്ടായിരിക്കാനുള്ള കാരണം ഫിറോസ് ഖാനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള 2 കേസുകൾ, ആ 2 കേസുകളും എന്താണെന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പുറത്തുവിടാൻ പറ്റുന്ന അല്ല. ഒന്ന് പ്രായം കുറഞ്ഞതാണ്, മറ്റത് ഈ പറഞ്ഞ ഒരു ബിഗ് ബോസ് താരമാണ്, ഒരു ലേഡിയാണ്. അപ്പോൾ ആ 2 വിഷയങ്ങൾ നമുക്ക് പുറത്തുവിടുന്നത് അഭികാമ്യമല്ല. അതുകൊണ്ട് ആ ഒരു വിഷയം ഇരിക്കുന്നതുകൊണ്ട് ഫിറോസ് ഖാൻ ഒരിക്കൽ പോലും സജനയ്ക്കെതിരെ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുള്ളതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഫിറോസ് ഖാൻ മിണ്ടാതിരിക്കുന്നത്. എനിവേ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പെന്നാണ് മനസ്സിലാക്കുന്നത്. സജനത്താത്തയുടെ കുട്ടിയെ റസൂൽ സാർ അംഗീകരിക്കുകയോ റസൂലിക്ക് അതിനെ ഏറ്റെടുക്കാമെന്ന് പറയുകയോ ഇവരെ കല്യാണം കഴിയുകയോ ചെയ്തിട്ടില്ല. അതിൽ പ്രകോപിതയായി താത്തയിടുന്ന ചില ബാലിശമായ പോസ്റ്റുകളായി മാത്രം നിങ്ങളിത് കാണേണ്ടതുള്ളൂ. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഇതുപോലുള്ള ഗർഭങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് അറിയപ്പെടുന്നത്. ആദ്യം 2 വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ആള് ഭയങ്കര ഓപ്പണാ. പക്ഷെ ആ ഓപ്പൺ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?